നിർജ്ജന നല്ല ഞാൻ പിന്നെ മോഡേൺ പാർക്കിലാണ് നിൽക്കുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഒരു നല്ല സ്വരം സംഗീതം ഇപ്പോൾ കേൾക്കാം. അതായത് കാട്ടാറിൻ്റെ സംഗീതം എന്നൊക്കെ നമുക്ക് നാട്ടിൽ പറയാറുള്ളത് പോലെ നമ്മൾ ഹൈറേഞ്ചിലൊക്കെ കേൾക്കുന്നത്. ഇതുകൊണ്ട് വളരെ മനോഹരമായ ഒരു കാഴ്ച ആണ് ഒരു ഉണ്ടാകാൻ. ഇതിൽ നിന്ന് വെള്ളം വളരെ സ്ലോയിൽ ഒഴുകി പോകുന്ന ഒരു പാട്ടാണ്. എന്തൊരു മനോഹരമാണ്. ദൂരെ നിന്ന് ഇതെനിക്ക് കേൾക്കാമായിരുന്നു. ഞാൻ വേറൊരു കാഴ്ച നിങ്ങളെ കാണിക്കാനാണ് വന്ന്. കണ്ടോ, അവിടെ ഒരു ഇത് കണ്ടോ, കൂട് ഇത് കണ്ടോ, അത് കുഞ്ഞുങ്ങളായിട്ടിരിക്കുന്നുണ്ടോ, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അത് കണ്ടോ, ആ ഒരു ചാപ്പൂന്തക്കാരനുള്ളിൽ ഇച്ചിരി കച്ചിയൊക്കെ വെച്ചിരിക്കുന്ന ഒരു കച്ചിയൊക്കെ ഉണ്ടോ, ഒരു കച്ച പോലെ. അതിനകത്ത് ഒരു കിളിയും അമ്മക്കിളിയും അതിൻ്റെ കുഞ്ഞുങ്ങളും കൂടി ഇതുണ്ട്. അവർ വെള്ളത്തിനകത്ത് തന്നെയാണ് കൂടി വെക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞാൻ ഒരു സംഭവം കണ്ടായിരുന്നു. അത് വീണ്ടും കാണാനായിട്ട് അതിൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ അറിയാനായിട്ട് വന്ന് ഇവിടെ ഉണ്ട്. ഇത് വേറെ ഒരു അമ്മക്കിളിയും കുഞ്ഞുങ്ങളുമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കണ്ടപ്പോൾ അതിനകത്ത് 3 കുഞ്ഞുങ്ങൾ വിരിഞ്ഞിരുന്നു. വളരെ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞുങ്ങളായിരുന്നു. 2 മുട്ടയും 3 കുഞ്ഞുങ്ങളും. ആ കുഞ്ഞുങ്ങൾ ഏതാണ്ട് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ ഒരു ചെറിയ രൂപം എങ്ങനെയുണ്ടോ അങ്ങനെ ആയിരുന്നു അതിൻ്റെ പോലെ. അത് ഇറങ്ങി വിരിഞ്ഞ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭംഗിയുണ്ടല്ലോ, ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ എന്ന് പറഞ്ഞത്. ഇപ്പോൾ നോക്കി അവനെ ഇന്ന് നോക്കിയിരിക്കുകയാണ്. കണ്ടോ, ഞാനിവിടെ വന്നപ്പം അവൻ്റെ പാർട്ട്ണർ എവിടെയുണ്ട്. അതെന്നെ വിളിച്ചു. ഇപ്പോൾ എനിക്ക് ഹലോ പറഞ്ഞാന്ന് തോന്നുന്നു. കണ്ടോ അവിടെ ഇപ്പോൾ ഒരു അതിൻ്റെ പേര് കാനഡ ഡക്സ് എന്നാണ് പറഞ്ഞത്. കാനഡ ഗൂസ്. അതിന് മക്കൾ ഒരു 7-8 മക്കളുണ്ടായിരുന്നു. അവർ ഇന്നലെ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞാൻ കണ്ടായിരുന്നു. ഇതുവരെ ഇങ്ങനെ നടന്നു പോകുന്നത്. ഇന്ന് ഒരാളെ ഞാൻ അതിനകത്ത് കാണുന്നുള്ളൂ, കുഞ്ഞിനെ. ബാക്കി അവരവിടെ എവിടെയെങ്കിലുമൊക്കെ കാണുമായിരിക്കും. അതോ ഇനി വേറെ പേരാണോ എന്നെനിക്കറിയില്ല. ഏതായാലും ഒരു കുഞ്ഞിനെ മാത്രമേ ഇപ്പോൾ അവരുടെ അടുത്തായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അതും അത്ര ചെറുതാണ്. കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനേക്കാളും ചെറിയ കുഞ്ഞിനെ ഞാൻ കാണുന്നത്. ഇത് ഇത് ഇവിടെ കണ്ടോണേ. കണ്ടോ, അതിൻ്റെ അകത്ത് ഇറങ്ങിപ്പോവാണ്. വെള്ളം ഇറങ്ങിപ്പോയി. കണ്ടോ കുഞ്ഞുങ്ങളെ കണ്ടോ. അതിനെ കുറച്ച് കൂടെ രോമങ്ങളൊക്കെ വന്നു. രോമമല്ല, അതിന് തൂവൽ ഫെതേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അത് നോക്കി കണ്ടോ. രണ്ട് കുഞ്ഞുങ്ങളെ ഇപ്പോൾ കാണാം. മറ്റേതെല്ലാം വിരിഞ്ഞു എന്തോ ഒന്നും എനിക്കറിയത്തില്ല. 2 എണ്ണത്തിനെയാണ് എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ക്യാമറയിൽ അത് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാണാൻ വിചാരിക്കുന്നുണ്ട്. ഒരെണ്ണം പതുക്കെ ഇറങ്ങിയത് വെള്ളത്തിലേക്ക്. 2 അല്ല 3 എണ്ണത്തിനെ എനിക്കിപ്പോൾ കാണാം. 3 കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കണ്ടത് 3 കുഞ്ഞുങ്ങളായിരുന്നു. അതിനകത്ത് 2 മുട്ട